പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ സ്വാഗതം. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ 100ാം എപ്പിസോഡിലേക്ക്. യെസ്, നമ്മൾ 100ാം എപ്പിസോഡിലെത്തി നിൽക്കുകയാണ്. അത് ശരിക്കും ഒരു ചെറിയൊരു കാര്യമേ അല്ല. 100 ആഴ്ചകൾ ഒരു പരിപാടി തുടരുന്നു എന്ന് അത്രത്തോളം പ്രേക്ഷകർ സ്വീകരിച്ചിട്ടായിരിക്കുമല്ലോ 100 ആഴ്ചകൾ ഒരു പരിപാടിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നത്. അതുപോലെ 400ഓളം സ്വർണ്ണ നാണയങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, അല്ലെങ്കിൽ അതിൽ ഞങ്ങൾ ഏറ്റവും സഹായിച്ചത് മറ്റാരുമല്ല, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വർണ്ണ കലവറ എന്ന് തന്നെ പറയാവുന്ന പോത്തീസ് സ്വർണ്ണമഹൽ തന്നെയാണ് അതിന് കാരണം. സത്യത്തിൽ പോത്തീസ് സ്വർണ്ണമഹൽ ഞങ്ങളോടൊപ്പം എത്തിയതിനു ശേഷം ഒരു പ്രത്യേക ഐശ്വര്യം തന്നെ ഈ പരിപാടി ഉണ്ട് എന്ന് തന്നെ പറയാം. താങ്ക് യു സോ മച്ച് പോത്തീസ് സ്വർണ്ണമഹൽ ഫോർ ദി വണ്ടർഫുൾ അസോസിയേഷൻ. പിന്നെ എന്ത് പറയാനാണ്, ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടിയുടെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ട് ആദ്യത്തെ പ്രൊഡ്യൂസർ മായ ചേച്ചി വിളിക്കുന്നതും ലൈവ് ചെയ്യാൻ പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് സമ്മതിക്കുകയും ആദ്യത്തെ എപ്പിസോഡ് ചെയ്തത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അത് പിന്നെ ഇങ്ങോട്ട് ഇതൊരു ടീം എഫേർട്ട് തന്നെയായിരുന്നു. പല പ്രൊഡ്യൂസേഴ്സ്, നമ്മുടെ കംപ്ലീറ്റ് ക്രൂ, ഇന്ന് എന്നോടൊപ്പം പരിപാടി ചെയ്യുന്ന ശില്പ, മറ്റൊരു ആങ്കർ ശില്പ, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ടീം വർക്ക് തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് മറ്റാർക്കുമല്ല, നിങ്ങൾക്ക് തന്നെയാണ്. പ്രേക്ഷകരായ നിങ്ങൾ എത്രമാത്രം ഞങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട്, ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാൻ ഇന്ന് കുറച്ച് കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. യെസ്, അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ സ്വർണം കിട്ടാൻ സാധ്യതയുണ്ട്. ദൈവമേ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാട്സാപ്പ് അയക്കേണ്ട ആൾക്കാർ മറക്കണ്ട നമ്പർ 8086011443. മറക്കണ്ട, 8086011443 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സാപ്പ് ചെയ്യുന്നത്. 12:45 വരെയാണ് വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ. ഇന്ന് വാട്സാപ്പ് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഗസ്റ്റ് ആയിരിക്കും അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഗസ്റ്റ് ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പരിപാടിയുടെ അവസാനം നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കോളർ ഈ 100ാം എപ്പിസോഡിൽ വിളിച്ച് വെയിറ്റ് ചെയ്യാണ്. ആരാണ് നോക്കാം. ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ 100ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതാരാണ്? വിനോദിനി, മലയങ്കിരുന്ന്. എന്തൊക്കെയുണ്ട് വിനോദിനി വിശേഷങ്ങൾ? ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് വിനോദിനി. 100ാം എപ്പിസോഡാണ്. കേട്ടല്ലോ അല്ലേ? വിളിക്കാറുണ്ട്. സ്വർണം കിട്ടിയിട്ടുണ്ട്. അതാണ് ഒരുപാട് സന്തോഷം കേട്ടോ. ഇന്ന് ആദ്യം വിളിച്ച ആള് തന്നെ സ്വർണം കിട്ടിയ ആള് തന്നെയാണല്ലോ വിളിച്ചത്. ഒരുപാട് സന്തോഷം. അങ്ങനെ ഞങ്ങളുടെ 100ാം എപ്പിസോഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് വീണ്ടും സ്വർണം കിട്ടുമോ വിനോദിനി? അറിയില്ല, നമുക്ക് നോക്കാം. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 62 ആണ് വിനോദിനി പറഞ്ഞിരിക്കുന്നത്. ഓക്കേ വിനോദിനി, വീട്ടിൽ ആരൊക്കെയുണ്ട്? വിനോദിനി ചേച്ചിയാണോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരുമില്ല, മക്കളൊക്കെ പുറത്തു പോയിരിക്കുകയാണ്. ശരി, അപ്പൊ സാരില്ല, നമുക്ക് നല്ല സ്വസ്ഥമായിട്ടിരുന്ന സ്വർണ്ണമൊക്കെ വാങ്ങാം. ഓക്കെ, അപ്പൊ 62 ഞാൻ തുറക്കാൻ പോവാ. നോക്കിക്കോളൂ, മലയങ്കിയിൽ നിന്ന് വിനോദിനി. അയ്യോ, സ്വർണ്ണ ഇല്ലല്ലോ. അത് സാരില്ല. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ 100ാം എപ്പിസോഡിൽ ആദ്യത്തെ കോളർ മലയങ്കിഴിൽ നിന്നുള്ള വിനോദിനിയാണ്. ഓക്കെ, അതാണ്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ നമ്മൾ വിളിച്ചത് മലയങ്കിഴിൽ നിന്ന് വിനോദിനിയാണ്. എനിക്ക് തോന്നുന്നു വിനോദിനി ഇതിന് മുൻപ് വിളിച്ചിട്ടുണ്ട്. സ്വർണം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഒരുപാട് സന്തോഷം. സ്വർണം കിട്ടി ഒരുപാട് പേര് വിളിച്ച് ഞങ്ങളോട് സന്തോഷം അറിയിക്കാറുണ്ട്. സ്വർണം കിട്ടാൻ ഒരു അല്പം വൈകിക്കഴിഞ്ഞാൽ വിളിച്ച് പരിഭവം പറയാറുണ്ട്. പക്ഷെ പിന്നീട് വിളിച്ച് കിട്ടി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് ഒരു കുടുംബം പോലെ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. ആരാണ് നോക്കാം. ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഗീത. ഗീത, 100ാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഗീത.
എന്തെങ്കിലുമൊക്കെ പറയൂ, ഒരു സന്തോഷമൊക്കെ പ്രകടിപ്പിക്കൂ, ഒന്ന് തുള്ളിച്ചാടൂ. ഹലോ ഹലോ, എവിടുന്നാ വിളിക്കുന്നത് ഗീത? തൃശ്ശൂരിൽ നിന്നാണ്. ഓക്കെ, സോ ഗീത കേട്ടില്ലേ? വിളിക്കാറുണ്ട്, സ്ഥിരമായിട്ട് വിളിക്കുക. എന്നോട് സംസാരിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഒരു വട്ടം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയൊക്കെ വേറെ മേടായിരുന്നു. ശില്പയായിരുന്നു. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ഗീത? വീട്ടില് ഭർത്താവ്, മക്കളും എല്ലാരും ഉണ്ട്. ആരുടെ ബഹളം കേൾക്കുന്നില്ലല്ലോ? എല്ലാരെയും മുറിക്കാത്തിട്ട് പൂട്ടിയിരിക്കുകയാണോ അതോ എല്ലാരും? അല്ല, അച്ഛനും മോളും പാട്ട് ക്ലാസ്സിന് പോയിരിക്കുക, കർണാടക പാട്ട് കൊണ്ട് സംഗീതത്തിന്. ഓക്കെ, നല്ല കാര്യം. നമ്മൾ ഞായറാഴ്ചകൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സിന് പിള്ളേരെ വിട്ടുകൊണ്ടിരിക്കണം, അപ്പൊ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും അല്ലേ? ശരി, അപ്പൊ ഗീത ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. നമ്പർ 17. നമ്പർ 17. ഓക്കെ, 17 ഉള്ളിൽ സ്വർണം ഉണ്ടാവുമോ ഗീത? അറിയില്ല ഗീത. നമ്മൾ ഇന്ന് കുറച്ച് കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ വെച്ചിട്ടുണ്ട്, കേട്ടല്ലോ അല്ലേ? ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം 17 ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കാം. ഗീത നോക്കിക്കോളൂ. 17 ഞാൻ തുറക്കാൻ പോവാണ്. കൺഗ്രാറ്റുലേഷൻസ് ഗീത. ഗോകുല് സ്വർണ്ണടിച്ചു. അതാറിയ ഗോകുല് സ്വർണ്ണടിച്ചു. ഗീത, ഈ വിളിക്കാറുണ്ട് മാഡം, ഇതുവരെ സ്വർണ്ണ നാണയം കിട്ടിയിട്ടില്ല. ഇന്നാണ് സമ്മാനമായിട്ട് അടിച്ചിരിക്കുന്നത്. അതെന്താന്നറിയോ? സന്തോഷം മോനോട് പറഞ്ഞതാ. അതാണ്. അതെന്താ അറിയോ? ഇന്ന് 100ാം എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളില്ലാതെ ഞങ്ങൾ ഉണ്ടോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സ്വർണ്ണം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പെട്ടെന്ന് തന്നെ കിട്ടിയത്. അതെ, വളരെ സന്തോഷം. പിന്നെ ഗോകുൽ എന്താ ചെയ്യുന്നേ? ഗോകുല് മോൻ PSC ക്ലാസ്സിങ്ങിന് പോകുന്നുണ്ട്, കോച്ചിങ്ങിന്. അപ്പൊ ഗോകുൽ ഇപ്പൊ അവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണോ? ഇല്ല, മോൻ മൊബൈൽ നോക്കി കിടക്കാം. മോനോട് പറഞ്ഞു ഞാൻ. മൊബൈലൊക്കെ എടുത്ത് മാറ്റി വെക്കൂ. ഗോകുൽ സ്വർണ്ണം അടിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇതുവരെ വിളിച്ചിട്ട് ഇതുവരെ സ്വർണ്ണം കിട്ടിയിട്ടില്ല. ഇന്നാണ് മാഡം കിട്ടിയത്. വളരെ സന്തോഷം, ഹാപ്പിയായി. ഭയങ്കര, ഞാൻ ഇപ്പൊ പറയുന്നൊരു ഭയങ്കര ഒരു ഐശ്വര്യം തോന്നുന്നുണ്ട് ഈ 100ാം എപ്പിസോഡിന്. അതേപോലെ തന്നെ പോറ്റി സ്വർണ്ണമഹൽ നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ നമുക്ക് വെക്കാനും കഴിഞ്ഞു. അതുകൊണ്ടൊക്കെ കൂടിയാണ്. സോ താങ്ക് യു സോ മച്ച് ഗീത. വീണ്ടും വിളിക്കുക. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് ഗീതയാണ്. അങ്ങനെ 100ാം എപ്പിസോഡിലെ നമ്മുടെ 2ാമത്തെ കോളറിന് തന്നെ സ്വർണം കിട്ടിക്കഴിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ വിജയകരമായി നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ധാരാളം സ്വർണം പോവും എന്ന് എന്റെ മനസ്സ് പറയുന്നു. അങ്ങനെ തന്നെ ആവട്ടെ അല്ലെ? അപ്പൊ നമ്മുടെ അടുത്ത കോളർ. ഹലോ ഹലോ ഹലോ. കോള് കട്ടായെന്ന് തോന്നുന്നു, സാരമില്ല. അപ്പം വാട്സാപ്പിൽ മെസ്സേജ് അയക്കേണ്ടവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 12:45 വരെയാണ് നിങ്ങൾ അയക്കേണ്ടത്. 12:45 വരെ കോൾസിൽ വിളിച്ച് പറയാത്ത നമ്പേഴ്സ് വാട്സാപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒന്നിൽ സ്വർണ്ണമുണ്ടെങ്കിൽ അതായിരിക്കും ഞങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, കാരണം പ്രിഫറൻസ് എപ്പോഴും കോളിനായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വാട്സാപ്പിൽ വരുന്നവരിൽ നിന്നും ആർക്കാണ് കോള് പറയാത്ത ആരൊക്കെയാണുള്ളത് നോക്കിയിട്ട്, ഏതൊക്കെ നമ്പേഴ്സ് ആണുള്ളത് നോക്കിയിട്ട് അതിലായിരിക്കും നമ്മൾ തുറന്ന് നോക്കുക. അപ്പോൾ അതിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്ന് വാട്സാപ്പ് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത് ഒരു ഗസ്റ്റാണ്. ആ ഗസ്റ്റ് നമുക്കൊരു 12:45 ആകുമ്പോഴത്തേക്കും പതുക്കെ പരിചയപ്പെടാം. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. ഹലോ ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? നിവേദയാണോ? ശ്രീവേദ. മുൻപ് വിളിച്ചിട്ടുള്ള ശ്രീവേദയാണോ? ശ്രീവേദ ഇന്ന് പാട്ട് പാടുവോ? ഓക്കെ ശ്രീവേദ, സോ വെൽക്കം ടു ദി 100th എപ്പിസോഡ്. ഇന്ന് 100ാം എപ്പിസോഡാണ് ശ്രീവേദ. അതാണ്. അപ്പൊ ശ്രീവേദ, ഞങ്ങൾക്ക് വേണ്ടി വീട്ടിലൊരു പായസമൊക്കെ ഉണ്ടാക്കൂ. ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ശരി. ശ്രീവേദ ഏത് ക്ലാസ്സിലാ പറഞ്ഞില്ലല്ലോ? ഞാനോ 8th സ്റ്റാൻഡേർഡ്. അല്ല, ഇന്ന് പറഞ്ഞില്ലല്ലോ. അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഇന്ന് പറഞ്ഞില്ലല്ലോ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീവേദ കുട്ടി, അപ്പൊ ഇന്ന് എന്താണ്? അന്നും പാട്ട് പാടാൻ പറഞ്ഞിട്ട് പാടിയില്ലല്ലോ. സാരില്ല, പാട്ട് പാടാൻ കഴിവില്ല. അത് ഞങ്ങളല്ലേ, കേൾക്കുന്നവരല്ലേ തീരുമാനിക്കേണ്ടത്. ശരി ശ്രീവേദ, നമ്പർ പറഞ്ഞോളൂ ശ്രീവേദ. നമ്പറോ? പറയൂ. ഒരു മിനിറ്റാ? എന്റെ അമ്മോ, കറണ്ട് ഇല്ലേ? അത് കുഴപ്പമില്ല, തുടങ്ങിയതല്ലേ ഉള്ളൂ. ഏത് നമ്പർ വേണമെങ്കിലും പറഞ്ഞോളൂ. 11 തൊട്ട് 70 വരെയുള്ള ഏത് നമ്പർ വേണേ പറഞ്ഞോളൂ. 46. ഓക്കെ ശ്രീവേദ, 46 ആരാണ് ശ്രീവേദ പറഞ്ഞു തന്നെ?
ഞാൻ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞൂടാ. എന്റെ ശ്രീവേദ, ഇത്തരം വലിയ വലിയ എന്താ ഭാരങ്ങളൊന്നും എടുത്ത് വെക്കരുത്. വേറെ ആരെങ്കിലും കൊണ്ട് പറയിക്കണം, ഇല്ലെങ്കിൽ വെറുതെ നമ്മള് പഴി കേൾക്കണ്ടേ. 46 തുറക്കാൻ പോവാൻ നോക്കിക്കോളൂ ശ്രീവേദ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. സ്വർണ്ണം ഇല്ലേ ശ്രീവേദ? മിടുക്കി കുട്ടി, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉള്ളത് വേറെ? ഇപ്പൊ വീട്ടില് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അമ്മയോടൊപ്പം ഇരിക്കൂ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കുക, ഇനിയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ശ്രീവേദ കുട്ടിയാണ്. നമ്മളിങ്ങനെ സ്ഥിരമായി വിളിക്കുന്ന ചിലരുണ്ട് കേട്ടോ. അവരിൽ ചിലരെങ്കിലും ഇന്ന് വിളിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം അവരൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഷോ ഈ 100ാം എപ്പിസോഡിലേക്ക് എത്തത്തില്ല. ഓക്കെ, സോ നമ്മുടെ അടുത്ത കോളർ ആരാന്ന് നോക്കാം. ഹലോ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ 100ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഇർഫാന. ഇർഫാന, എവിടുന്നാ വിളിക്കുന്നേ? പട്ടാമ്പി. എന്തൊക്കെയുണ്ട് പട്ടാമ്പിയിലെ വിശേഷങ്ങൾ? സുഖം. സുഖമായിരിക്കുന്നു. ഇർഫാന, ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, അനിയന്മാരുണ്ട്, അനിയത്തിണ്ട്. ആഹാ, എല്ലാരും ഒരു വലിയ കുടുംബമുണ്ട് അല്ലേ? അതെ. എങ്ങനെയാണ് ഇർഫാനയുടെ വെറുതെ ഇരിക്കുമ്പോ എന്തൊക്കെയാ ചെയ്യാറ്? സിനിമ ആണോ, പാട്ട് പാടുവോ, പാട്ട് കേൾക്കുവോ? പാട്ട് കേൾക്കാനാണ്. പാട്ട് കേൾക്കാനാണ് ഇഷ്ടം. ശരി, അപ്പൊ ഇർഫാന ഇന്ന് സ്വർണം കിട്ടുമോ നോക്കാം. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. 13. 13. ഓക്കെ, 13ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ ഇർഫാന? നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, ഈ 13 എന്ന് പറയുന്ന നമ്പർ ചിലർക്ക് ലക്കിയാണ്, ചിലർക്ക് അൺലക്കി ആണെന്നൊക്കെ കേൾക്കാറുണ്ട്. എനിക്കറിയില്ല, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. അയ്യോ ഇർഫാന, ഇന്ന് 13 നമ്മുടെ പ്രൊഡ്യൂസർ സ്വർണം വെച്ചിട്ടില്ല. സാരില്ല, എന്തായാലും 100ാം എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. അതിലേക്ക് വിളിച്ചു കിട്ടിയല്ലോ ഇർഫാന, അല്ലേ? അതാണ്. താങ്ക് യു സോ മച്ച്. വീണ്ടും വിളിക്കണം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മളെ വിളിച്ചത് ഇർഫാനയാണ്. പട്ടാമ്പിയിൽ നിന്നുമാണ് ഇർഫാനെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇതുവരെ ഒരു സ്വർണ്ണ നാണയം പോയിട്ടുണ്ട്. വളരെ ക്വിക്കാണ്. പരിപാടി തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ. അതിന് മുമ്പ് ഒരു സ്വർണം പോയിട്ടുണ്ട്. അടുത്ത കോൾ ആരാണ് നോക്കാം. ഹലോ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ലത. ലത ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്തൂന്ന്. ആഹാ, ആരൊക്കെ ഉള്ളത് വീട്ടില്? വീട്ടിലെ മോള്, അമ്മ, ചേട്ടൻ, ഞാന്. ആഹാ, ഓക്കെ. അങ്ങനെ എല്ലാവരും ഉണ്ട്. മോള്, അമ്മയോ എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. എന്റെ അമ്മ. ആ, മോള്, പിന്നെ ലത ചേച്ചിയുടെ അമ്മ. ഓക്കെ, ശരി, മനസ്സിലായി. മോള്, അമ്മ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് റിലേഷൻ കത്തിയില്ല. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ലത ചേച്ചി. സ്വർണ്ണം അടിക്കുമെന്ന് നോക്കാം. ഏതാ? 42. 42 ആണ് പറഞ്ഞിരിക്കുന്നത്. 42ൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, നോക്കിക്കോളൂ ലത ചേച്ചി, നോക്കിക്കോളൂ. അയ്യോ, സോറി എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. സ്വർണ്ണം ഇല്ല അതിന്റെ ഉള്ളില്. ലത ചേച്ചി, ഞങ്ങളുടെ 100ാം എപ്പിസോഡിലേക്ക് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഞങ്ങൾ മിക്കവാറും വിളിക്കുന്നതാ, പക്ഷെ കിട്ടാറില്ല. അതാണ്, എന്ന് വെച്ചാൽ കാണാറുണ്ടല്ലോ. സ്വർണം കിട്ടിയില്ല. അത് സാരില്ല, ഇതൊക്കെ ഒരു ചെറിയ ഭാഗ്യത്തിന്റെ കളിയും കൂടെ. വിളിച്ചോണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ഒരു സ്പിരിറ്റ്, അതാണ് വിളിച്ചോണ്ടേയിരിക്കുക. താങ്ക് യു സോ മച്ച് ലത ചേച്ചി. താങ്ക് യു വെരി മച്ച്. ശരിക്കും ഞാനിപ്പോൾ 42 എന്ന് പറഞ്ഞപ്പോൾ ഓർക്കുമായിരുന്നു. ആദ്യം നമ്മുടെ പരിപാടി തുടങ്ങിയപ്പോൾ ഇങ്ങനൊന്നും അല്ലായിരുന്നു. സെറ്റിങ്സ് ഒക്കെ പിന്നെ ഇങ്ങനെ മാറി ഇപ്പം ഈ നമുക്കൊന്ന് പോത്തി സ്വർണ്ണമാലൊക്കെ വന്ന് നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഏതായപ്പോഴത്തേക്കും സെറ്റിങ്സ് ഒക്കെ അങ്ങോട്ട് മാറി. ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ആദ്യത്തെ എപ്പിസോഡ് മുതൽ നമുക്കുണ്ടായ മാറ്റങ്ങൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഓക്കെ, എന്തായാലും നമ്മുടെ അടുത്ത കോളർ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രാജേന്ദ്രൻ. എവിടുന്നാ വിളിക്കുന്നേ സർ? എന്താ ചെയ്യുന്നേ? ഞാൻ കൺസ്ട്രക്ഷൻ വർക്കാണ്. ഓക്കെ, അപ്പൊ ഞായറാഴ്ച ദിവസങ്ങൾ എന്താണ്? വെറുതെ റിലാക്സ് ചെയ്ത് വീട്ടിലിരിക്കുകയാണോ? അതോ ഞായറാഴ്ച ജോലികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഞാൻ ചുറ്റിക്കറങ്ങി നടക്കും. അതെ, ചുറ്റിക്കറങ്ങി നടക്കും അല്ലേ? അപ്പൊ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് വേറെ? കുടുംബത്തില് ഭാര്യ, 2 മക്കള്. ഓക്കെ, അപ്പൊ എല്ലാരും ഇപ്പൊ ടിവിയുടെ മുൻപിൽ ഇരിക്കുകയാണോ? അതെ അതെ അതെ. ശരി, അപ്പൊ നമ്മുടെ 100ാം എപ്പിസോഡിലെ കോളാണിത്. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. സ്വർണം കിട്ടട്ടെ എന്ന് നമുക്കൊന്ന് സ്പെഷ്യൽ ആയിട്ട് പ്രാർത്ഥിക്കാം. ഏതാ നമ്പർ? 50. ഓക്കെ, നമ്മുടെ 100ാം എപ്പിസോഡിൽ വിളിച്ച് 50 എന്ന നമ്പർ പറഞ്ഞിരിക്കുകയാണ്. 50ാം നമ്പർ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, രാജേന്ദ്രൻ ചേട്ടാ നോക്കിക്കോളൂ. 50 ഓപ്പൺ ചെയ്യാണ്. കാണാലോ അല്ലേ? കാണാം. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. സാരില്ല. 2 പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ? മൂത്തത് മോനും ഇളയത് മോളും.
രണ്ടുപേരും ഉണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് രാജേന്ദ്രൻ ചേട്ടനാണ്. ചേട്ടൻ 50-ാം നമ്പർ പറഞ്ഞു, അതിനുള്ളിൽ സ്വർണ്ണമില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്കൊന്ന് 17-ൽ മാത്രമായിരുന്നു സ്വർണ്ണം ഉണ്ടായിരുന്നത്. ബാക്കി വിളിച്ചവർക്കാർക്കും സ്വർണ്ണമില്ല. അടുത്ത കോൾ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? കോള് കട്ടായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. സാരില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ 17-ൽ മാത്രമായിരുന്നു നമുക്കിപ്പം സ്വർണം ഉണ്ടായിരുന്നത്. ബാക്കി നമ്പേഴ്സിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട, ഇന്ന് 10-ലും കൂടുതൽ സ്വർണം ഞങ്ങൾ വെച്ചിട്ടുള്ള ദിവസമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വിളിക്കുന്ന ആർക്കും ഇരട്ടി സാധ്യതയാണ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും നമുക്ക് ഇനി ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം ഓൺ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ 100-ാം എപ്പിസോഡിലേക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഫുൾ ടീമിന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. 100 എപ്പിസോഡ് ഒരു പരിപാടി എന്താ പറയുക മുൻപോട്ട് പോകുക എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം നമ്മൾ പരിപാടി നടത്തിയതുകൊണ്ട് കാര്യമില്ല, കാണാൻ പ്രേക്ഷകരുണ്ടാവണം. ലൈവാണ് പരിപാടി, നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ ലൈവായിട്ട് എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൾസ് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കോള് വരാണ്ട് കുറച്ച് നാൾ കഴിഞ്ഞാൽ പരിപാടി നിന്ന് പോകും. പക്ഷേ എല്ലാ ആഴ്ചയും നല്ല ഉത്സാഹത്തോടെ ഊർജ്ജത്തോടെ ഞങ്ങളെ വിളിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കോളേഴ്സ് നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ നന്ദി. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ അടുത്ത കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അബ്ദുൽ ഖാദർ സർ, സ്വാഗതം 100-ാം എപ്പിസോഡിലേക്ക്. എവിടുന്നാ വിളിക്കുന്നത്? അബ്ദുൽ ഖാദർ. പട്ടാമ്പി എന്നാണല്ലേ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഭാര്യ, കുട്ടികള് എല്ലാവരും ഉണ്ട്. കുട്ടികള് കൊച്ചു കുട്ടികളാണോ അതോ വലുതായ കുട്ടികളാണോ? കുറച്ച് വലുതായവരന്നെ. അത് ശരി. ഓക്കെ, അതാണ് വീട്ടിലൊരു സമാധാനം ഒക്കെ ഉണ്ട്. കേൾക്കുമ്പോ അവിടെ വലിയ ബഹളമൊന്നും കേൾക്കണില്ല. ഓക്കെ, സോ അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ സർ. 49 ഉള്ളിൽ സ്വർണ്ണമുണ്ടോ? നമ്മുടെ പട്ടാമ്പിന്ന് വിളിച്ചിരിക്കുന്ന അബ്ദുൽ ഖാദർ ചേട്ടന് സ്വർണം കിട്ടുമോ നോക്കാം. 49 ഞാൻ തുറക്കാൻ പോവാണ്. തുറക്കുവാണേ, നോക്കിക്കോ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. സാരില്ല. മുൻപ് വിളിച്ചിട്ടുണ്ടോ ചേട്ടാ? വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് സന്തോഷം. വീണ്ടും ഞങ്ങളെ വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, വീണ്ടും പട്ടാമ്പിന്നാണ് നമുക്ക് കോള് വന്നത്. അബ്ദുൽ ഖാദർ ചേട്ടനാണ്. 49-ആണ് നമ്പർ പറഞ്ഞു, അതിലും സ്വർണ്ണമില്ല. കമോൺ, നമ്മുടെ അടുത്ത കോളർ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ആതിര. 100-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം ആതിര. ആതിര എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ തിരുവനന്തപുരം വട്ടിയൂർക്കാവ്. ആഹാ, എന്താ ചെയ്യുന്നേ? ഏത് ക്ലാസ്സിലാണ്? ഞാൻ നേഴ്സ്. നല്ല സ്വീറ്റ് വോയിസ് ആണല്ലോ ആതിര. എനിക്ക് മാത്രമാണോ വേറെ ആർക്കെങ്കിലും ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ടോ ശബ്ദം കേട്ടിട്ട്? ഏത് ക്ലാസ്സിലാണെന്നൊക്കെ? ആതിര നമ്മുടെ സന്തൂർ മമ്മിയെ പോലെ ആയിരിക്കുമല്ലോ ഭാവിയില് അമ്മയായി കഴിയുമ്പോൾ. ഓക്കെ, സോ ആതിര BVB-ലായിരുന്നോ? അടിപൊളി. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തില്ലല്ലോ അല്ലെ? എന്നെക്കാട്ടിൽ ഒത്തിരി ജൂനിയർ ആയിരിക്കും. ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. അപ്പൊ ഞാൻ ഹെഡ് ഗേൾ ആയിരുന്നോ 10-ലോ?
ചേച്ചി +1 ആയിരുന്നു. +1 ആ, അപ്പം അല്ല +2 ഹെഡ് ഗേൾ ആയിരുന്നു, ഓർമ്മയില്ല. ഓക്കെ, എന്തായാലും ഭാരതീയ വിദ്യാഭവൻ എന്ന് പറയുമ്പോൾ മനസ്സിന് എപ്പോഴും ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമ്മുടെ പഴയ ടീച്ചർമാരെല്ലാരും ഉണ്ടോ അവിടെ? ഇല്ല, ഇപ്പം എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഞാൻ കല്യാണം വിളിക്കാൻ പോയപ്പം 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. ആഹാ, കല്യാണമൊക്കെ കഴിഞ്ഞു. കുട്ടികളുണ്ടോ? ഇല്ല ചേച്ചി, ഇല്ല. ഇല്ല. അപ്പോഴേ പാട്ട് പാടുവോ ആതിര? പാട്ട് പാടും. എന്നാ ഒരു പാട്ട് പാടിക്കുക. ആ സൗണ്ട് കേട്ടപ്പോഴേ എനിക്ക് തോന്നി നമ്മുടെ 100ാം എപ്പിസോഡ് ആയിക്കൊണ്ട് ഒരു പാട്ട് പാടിത്തരും ഞങ്ങൾക്ക്. അങ്ങ് വാനക്കോണില് അമ്പിളി അമ്പിളിക്കലക്കുള്ളില് ബാക്കി അറിഞ്ഞൂടാ. നല്ല പാട്ട്, നന്നായി പാടി വരുമായിരുന്നു. ഷേ, നല്ല സൂപ്പർ ആയിരുന്നു, നല്ല പാട്ട്. അത് നന്നായിട്ട് പാടുകയും ചെയ്തു കേട്ടോ. താങ്ക് യു സോ മച്ച് ആതിര. ഞങ്ങൾ ഇങ്ങനെ ഉറങ്ങി വരികയായിരുന്നു, അപ്പോഴത്തേക്കും പാട്ട് നിന്നുപോയി. കഷ്ടമായി. ശരി, അപ്പൊ ആതിര ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 18. ഓക്കെ ആതിര, 18ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 18ന്റെ തൊട്ടിപ്പുറത്തിരുന്ന 17 സ്വർണം ഉണ്ടായിരുന്നു. അപ്പൊ 18 സ്വർണം ഉണ്ടാവുമോ ആതിര? നമുക്ക് നോക്കാം. ഓക്കെ, തുറക്കുവാണ്. ഇല്ലല്ലോ ആതിര കുട്ടി. ആതിര ഇനിയിപ്പം കല്യാണം കഴിഞ്ഞ് കുട്ടികളായി, കൊച്ചുമക്കളായാലും ആതിര കുട്ടി എന്ന് വിളിക്കാനേ തോന്നുള്ളൂ ഈ സൗണ്ട് കാരണം. ഓക്കെ ആതിര, സോ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കാം. അടുത്ത പ്രാവശ്യം ലിറിക്സ് ഒക്കെ നോക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരണം കേട്ടോ. താങ്ക് യു സോ മച്ച് ആതിര. ടേക്ക് കെയർ, ബൈ. നല്ലൊരു കോളർ ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ആതിര. ആതിര ഒരു നേഴ്സാണ്. ഭയങ്കര ബഹുമാനമുള്ള ഒരു തൊഴിലാണ് നേഴ്സ് എന്ന് പറയുന്നത്. സോ താങ്ക് യു ആതിര. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രഞ്ജിത. 100ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നത് രഞ്ജിത? എറണാകുളം. ഇതിനു മുന്നേ വിളിച്ചിട്ടുള്ള രഞ്ജിത തന്നെയാണല്ലേ? അതാണ് രഞ്ജിത. താങ്ക് യു. രഞ്ജിതയെ പോലെ വീണ്ടും വീണ്ടും വിളിക്കുന്നവരാണ് ഞങ്ങളുടെ ഈ പരിപാടി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. താങ്ക് യു സോ മച്ച് രഞ്ജിത. രഞ്ജിത എന്താ ചെയ്യുന്നേ ഒന്ന് പറയാമോ? ഞാൻ ഹൗസ് വൈഫാണ്. ഓക്കെ, അപ്പൊ രഞ്ജിതയുടെ ഹോബി എന്താണ്? കുക്കിംഗ് ആണോ ഏറ്റവും ഇഷ്ടം? എന്താണ് ഏറ്റവും ഇഷ്ടം? കുക്കിംഗ് ആണ്. രഞ്ജിതയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? പറഞ്ഞോ. ചിക്കൻ ആണ്. ശരി, യൂട്യൂബ് ഒക്കെ നോക്കിയുള്ള റെസിപ്പി ഒക്കെ ശ്രമിക്കാറുണ്ടോ വീട്ടില്? അങ്ങനെ അധികമില്ല, എന്നാലും പറ്റുന്ന നോക്കിയ അല്ലേ? അതെ. ശരി, ഓക്കെ. അപ്പൊ എന്നാ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 45 ആണ് രഞ്ജിത പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 45-നുള്ളിൽ സ്വർണം ഉണ്ടോ രഞ്ജിത? ലെറ്റ് us see. ഓക്കെ, നോക്കിക്കോളൂ. തുറക്കാൻ പോവാണ്. അയ്യോ രഞ്ജിത, സ്വർണം ഇല്ല. കുഴപ്പമില്ല. എന്നാലും ഒരു വിഷമം, സാരില്ല. ഓക്കെ, അല്ലെങ്കിൽ ആ തുറക്കുമ്പോ അതിൽ സ്വർണ്ണം ഇല്ലാന്ന് കാണുമ്പോ എപ്പോഴും മനസ്സിലൊരു മടുപ്പാണ് കേട്ടോ. ഇല്ലല്ലോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ രഞ്ജിത, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. 100ാം എപ്പിസോഡിലേക്കാണ് വിളിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു സോ മച്ച് രഞ്ജിത. ഓക്കെ, പിന്നെ നമുക്ക് ഒരു സ്വർണ്ണമേ പോയിട്ടുള്ളൂ. കൂടുതൽ സ്വർണം നമ്മൾ വെച്ചിട്ടുണ്ട്. പതിവിലും കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സ്വർണ്ണമേ പോയിട്ടുള്ളൂ. ഇതാണ് പറയുന്നത്, ഭാഗ്യത്തിന്റെ ഒരു പരീക്ഷണമാണ്. എത്ര സ്വർണം വെച്ചാലും എന്താ തൊട്ടപ്പുറത്തെ നമ്പർ പറഞ്ഞാൽ തീർന്നില്ലേ? ശരി, അപ്പൊ നമ്മൾ അടുത്ത കോളർക്ക് സ്വർണം കിട്ടുമെന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സൗണ്ട് കേട്ടില്ല. പേര് പറയൂ. ഹലോ. വസന്ത ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ? കോഴിക്കോട്. ആഹാ, എന്തൊക്കെയുണ്ട് കോഴിക്കോട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഞങ്ങളുടെ പരിപാടി കാണാറുണ്ടോ? ഇന്ന് ഞങ്ങളുടെ 100ാമത്തെ എപ്പിസോഡാണ് വസന്ത. താങ്ക് യു സോ മച്ച് കേട്ടോ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വസന്ത ചേച്ചിന്ന് വിളിക്കണോ? വസന്ത. ഭർത്താവ്, മോന്റെ ഭാര്യ, മോന്റെ കുട്ടി, മോളും ഉണ്ട് ഇവിടെ. ആഹാ, അപ്പൊ ഒരു മുത്തശ്ശി കൂടെയാണ് അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ചേച്ചി, കൊച്ചുമക്കൾക്ക് കൊടുക്കാൻ സ്വർണ്ണ നാണയം ഇന്ന് കിട്ടുമോ നമുക്ക് നോക്കാം. ഓക്കെ, ആയിക്കോട്ടെ. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. 25. ഓക്കെ, 25-നുള്ളിൽ സ്വർണം ഉണ്ടോ? അപ്പൊ വസന്ത ചേച്ചി 25 തുറക്കാൻ പോവാണ്. കാണാലോ അല്ലേ? ഇതിലിപ്പോ സ്വർണം ഉണ്ടെങ്കിൽ ആർക്കായിരിക്കും കൊടുക്കുക? അതോ കയ്യിൽ തന്നെ വെക്കോ? അത് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലേ കയ്യിൽ വെക്കോ? അപ്പോഴത്തെ മൂഡ് പോലെ ചെയ്യും അല്ലേ?
എല്ലാരും നോക്കിയും കണ്ടും ഒക്കെ നിന്നാ കിട്ടും, ഇല്ലെങ്കിൽ ഞാൻ എന്റെ കയ്യിൽ വെക്കും. ശരി, 25 തുറക്കാൻ പോവാ. നോക്കിക്കോളൂ. ദൈവമേ, കൺഗ്രാറ്റുലേഷൻ. ദൈവമേ, അടിപൊളി, കൺഗ്രാറ്റുലേഷൻ. സ്വർണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ഇനി അങ്ങോട്ട് അതന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹമായിരിക്കും ഇനി മുത്തശ്ശിയോട് വന്നിട്ട്. ഭയങ്കര സ്നേഹമായിരിക്കും, കാരണം സ്വർണ്ണം കിട്ടിയില്ലേ. ഓക്കെ, ശരി. അപ്പൊ ചേച്ചി താങ്ക് യു സോ മച്ച്. വീണ്ടും വിളിക്കുക. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് വസന്ത ചേച്ചിയാണ്. വസന്ത ചേച്ചിക്ക് മരുമോളും കൊച്ചുമക്കളും എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് കുറച്ച് കൂടുതലൊന്ന് സ്നേഹിച്ചോളൂ. ഒരു സ്വർണ്ണ നാണയം വരുന്നുണ്ട് വീട്ടിലേക്ക്. ഓക്കെ, ശരി. അപ്പൊ അടുത്ത കോൾ ആരാണ് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ 100ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതാരാണ്? പാർവതി, താങ്ക് യു സോ മച്ച് വിളിച്ചതിന്. ഓക്കെ, ഇന്ന് ഞങ്ങളുടെ 100ാം എപ്പിസോഡാണ് പാർവതി. കാണാനൊന്നും പറ്റില്ല, വന്നിട്ടില്ല. ചാനലൊക്കെ പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ലേ? അയ്യോ, അത് ഇതുവരെ ശരിയായില്ലേ? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയുമില്ല പറയാൻ വേണ്ടിട്ട്. ഇപ്രാവശ്യം എന്തായാലും ദൈവമേ പറഞ്ഞ് വിളിച്ചതാണ്. വിളിച്ചു, പക്ഷെ കിട്ടുന്നുണ്ടല്ലോ. എന്തൊരു ഭാഗ്യാണിത്. ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ നമുക്ക് ഇന്നൊരു ഭാഗ്യ പരീക്ഷണം നടത്താം. ഇന്ന് സ്വർണ്ണ നാണയങ്ങൾ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. ഇന്ന് സ്വർണ്ണം കിട്ടുമെന്ന് നോക്കാം. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ പാർവതി. 61 പാർവതി പറഞ്ഞിരിക്കുന്ന നമ്പർ. പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? പാലക്കാട്. ഓക്കെ, അപ്പൊ 61 ഞാൻ തുറന്ന് നോക്കാൻ പോവാണ്. നോക്കിക്കോളൂ പാർവതി. അയ്യോ, സ്വർണ്ണം ഇല്ലെന്നേ. സാരില്ല, അത് കുഴപ്പമില്ല. അതെ, എത്രയും പെട്ടെന്ന് ഞായറാഴ്ച അല്ലാണ്ട് നാളെ ഒന്നൊരു 10 മണിക്ക് ശേഷമൊക്കെ ഒന്ന് വിളിച്ചു നോക്കൂ കേട്ടോ. അടുത്തുള്ള ഒരു ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് വിളിച്ചു നോക്കൂ. ആരെങ്കിലും വന്ന് ട്യൂൺ ചെയ്ത് ശരിയാക്കി തരും. എത്ര നാളായി കണ്ടിട്ട് ഇല്ലേ? കഴിഞ്ഞ 2-3 ആഴ്ച കണ്ടിട്ട്. അത് തന്നെ, നാളെ തന്നെ വിളിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ, പിന്നെ ദീപൻ പറഞ്ഞോളൂ. പിന്നെ അമ്മ അത് ഞാൻ അന്നെ പറഞ്ഞേ, പിന്നെ വീട്ടിന്റെ കാര്യം ജയിച്ചു വെക്കേണ്ട അവസ്ഥയായിട്ടുണ്ടേ. എല്ലാവരും കൂടി കുറേ പൈസ എടുത്തിട്ട് എനിക്ക് ഒന്ന് സഹായിച്ചു തരാം, ഒന്ന് പറയാ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ചേച്ചി, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. കാരണം മനസ്സുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ആരെങ്കിലും പാർവതി ചേച്ചീനെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. ആരെങ്കിലും ഒന്ന് ദൈവമേ ഒന്ന് ഉദയമായിട്ട് ടിവിന്റെ പ്രോഗ്രാം കണ്ടിട്ട് ഒന്ന് വിളിക്കാൻ. എന്റെ വീട് ജയിച്ചു വെക്കേണ്ട അവസ്ഥയായി. അതുകൊണ്ടാണ് ഒന്ന് സഹായിച്ചെങ്കിൽ വളരെ സന്തോഷമാകും. മനസ്സിലായി. തീർച്ചയായിട്ടും ഞങ്ങളത് ചേച്ചി എപ്പോൾ വിളിക്കുന്നോ അന്ന് ഞങ്ങൾ എടുത്ത് തന്നെ അത് വീണ്ടും പറയാറുണ്ട്. ആരെങ്കിലും നല്ല മനസ്സുള്ള ദൈവം ഉള്ളിലുള്ള ആരെങ്കിലും ചേച്ചിയുടെ വിഷമം കാണും, ഉറപ്പായിട്ടും ചേച്ചിക്ക് സഹായം തേടിയെത്തും. അങ്ങനെ കിട്ടിയില്ലെങ്കിലും കുറച്ചൊന്നും ലേഖലാസം ഒരിത്തിരി ഒരു കടം കെട്ടാൻ മാത്രം ഒന്ന് സഹായിച്ചു. ദൈവമേ പാലമുത്തി ഇത് കിട്ടണേ വേണ്ടി വിളിച്ചതാ ദൈവം. ഞാൻ അത് കിട്ടുകയും ചെയ്തു. സ്വർണം കിട്ടിയില്ലെങ്കിലും ഇത് കിട്ടിയപ്പോ സമാധാനം. മനസ്സിലായി. താങ്ക് യു ചേച്ചി, വിഷമിക്കേണ്ട. ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ഡോണ്ട് വറി. ഓക്കെ, ശരി ചേച്ചി, താങ്ക് യു സോ മച്ച്. ബൈ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, പാർവതി ചേച്ചിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പാലക്കാട്. ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട് എനിക്കറിയാം. പക്ഷെ എന്നാലും ചേച്ചിക്ക് പറ്റുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ACBയുമായി ബന്ധപ്പെടുക. ഞങ്ങൾക്കുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ തരാം. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഭദ്ര. എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട് നിന്നാണോ വിളിക്കണേ? ഏത് ക്ലാസ്സിലാ പഠിക്കണേ ഭദ്രക്കുട്ടി? 9th. എങ്ങനെയുണ്ട് പഠിത്തൊക്കെ? കുഴപ്പമില്ല. ഭദ്ര ക്ലാസ്സിലും ഇങ്ങനെ തന്നെയാണോ? ഭയങ്കര ക്വയറ്റ് ആയിട്ട് ഒന്നും മിണ്ടാത്ത പാവം കുട്ടിയാണോ? അങ്ങനെയൊന്നും അല്ലേ. കൂട്ടുകാരോടൊപ്പം കൂടുമ്പോ വേറൊരു മുഖമാണ് ഭദ്രക്ക് അല്ലേ? ശരി, ഓക്കെ ഭദ്ര. അപ്പൊ നമ്മുടെ 100ാം എപ്പിസോഡാണ്. 100ാം എപ്പിസോഡിൽ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ ഭദ്ര. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ഭദ്ര. 40. ഓക്കെ, 40 ആണ് ഭദ്ര പറഞ്ഞിരിക്കുന്നത്. ഭദ്ര, വീട്ടില് ചേട്ടൻ, ചേച്ചി, അനിയൻ, അനിയത്തി ആരെങ്കിലും ഉണ്ടോ? ചേട്ടനുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ 40 തുറക്കാൻ പോവാണ്. ഭദ്ര നോക്കിക്കോളൂ. അയ്യോ ഭദ്ര, സ്വർണ്ണം ഇല്ല. സാരില്ല, നിന്നെ സമാധാനിപ്പിക്കുകയാണ് ഭദ്ര. സാരില്ല ഭദ്ര, വീണ്ടും വിളിക്കാം. ഓക്കെ, ഞങ്ങൾക്ക് ഏറ്റവും മനസ്സിന് സ്പെഷ്യൽ ആയ ഒരു എപ്പിസോഡാണ്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്ന എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ ഭദ്രയ്ക്കും ഒരു സ്ഥാനം ഉണ്ടല്ലോ, വിളിച്ചില്ലേ? അതാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ഭദ്ര. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
ഹലോ. ടെലിവിഷന്റെ വോളിയം കുറയ്ക്കാത്ത ആരോ ആണ് വിളിക്കുന്നത്. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശ്രീമോൾ. എന്ത് മോൾ? ജിമോൾ ആണോ? ശ്രീമോൾ. 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 ആ ശ്രീമോൾ. ഞാനേ ശ്രീകുട്ടി എന്ന് വിളിക്കാം. എന്ത് ചെയ്യുന്നു? ദൈവമേ, മുതിർന്ന ആരെങ്കിലും ആണോ? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. എവിടുന്നാ വിളിക്കണേ? ആലപ്പുഴന്ന് വിളിക്കുന്നത്. ശരി, ഓക്കെ. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ഇപ്പോ? മൂത്താള് 9 പഠിക്കുന്നു, രണ്ടാമത്തേത് 7ൽ പഠിക്കുന്നു. 7ൽ പഠിക്കുന്നു. 2 ആൺകുട്ടികളാണോ? അതെ. ദൈവമേ, വീട്ടില് നല്ല ബഹളായിരിക്കുമല്ലോ 2 എണ്ണം കൂടെ. അതെ അതെ, നല്ല ബഹളമാണ്. വഴക്ക്, അടി, ബഹളം അല്ലേ? ആരെ കൂടുതൽ പ്രശ്നക്കാരൻ? മൂത്തവനാണോ ഇളയനാണോ? ഇളയവൻ. ഇളയനാണ് പ്രശ്നക്കാരൻ. എല്ലായിടത്തും ഇളയതാണ് പ്രശ്നം. എന്റെ വീട്ടിൽ ഞാനും ഇളയതാണ്. അപ്പൊ ഇവരുടെ പേരൊന്ന് പറഞ്ഞോളൂ. മൂത്താളുടെ പേര് അഭിഷേക് അനിൽ, രണ്ടാമത്തേത് അഭിരാം അനിൽ. ഓക്കെ, അഭിഷേക് ആൻഡ് അഭിരാം. ഓക്കെ, അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി നല്ലൊരു നമ്പർ ഐശ്വര്യമായിട്ട് ഓർത്ത് പറഞ്ഞോളൂ. നമ്പർ പറയൂ. 54. 54 ആണ് പറഞ്ഞിരിക്കുന്നത്. 54ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ തുറക്കാൻ പോവാ, നോക്കിക്കോളൂ. അയ്യോ, സ്വർണം ഇല്ലല്ലോ. സാരില്ല. വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിന്റെ 100ാം എപ്പിസോഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? മായ. എവിടുന്നാ വിളിക്കുന്നത്? മായ. കൊല്ലത്തുനിന്ന്. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ്. ആഹാ, ഓക്കെ. സോ മായ, ഇത് ഞങ്ങളുടെ 100ാം എപ്പിസോഡാണ് കേട്ടോ. ഓക്കെ, അപ്പം എന്താണ് മായ പരിപാടി കാണാറുണ്ടോ? ഇതിന് മുൻപ് കണ്ടിട്ടുണ്ടോ? കാണാറുണ്ട്, വിളിക്കാറുണ്ട്. സ്വർണവും കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ് മായ. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഇന്ന് സ്വർണം തരാൻ പറ്റുമോ? ഞങ്ങൾ നോക്കട്ടെ. നമ്പർ പറഞ്ഞോളൂ. 70. ഓക്കെ, 70. ഏറ്റവും ഒടുവിലത്തെ നമ്പർ ആണല്ലോ മായ. കരുതിക്കൂട്ടി ആണോ ഈ നമ്പർ സെലക്ട് ചെയ്തത്? വെറുതെ. ഏറ്റവും അവസാനത്തെ നമ്പർ 70. ഞാനൊന്ന് തുറന്ന് നോക്കുവാണ് നമ്മുടെ മായക്ക് വേണ്ടി. അയ്യോ മായ, ഇന്ന് സ്വർണ്ണ നാണയം ഒരു മായ മാത്രമാണ്. മായ, സ്വർണ്ണം ഇല്ല. സാരില്ല. മായ വീണ്ടും വിളിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓരോരുത്തർ വിളിച്ചിട്ട് നേരത്തെ വിളിച്ചിട്ടുണ്ട്, സ്വർണവും കിട്ടിയിട്ടുള്ളവർ വീണ്ടും വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അതും 100ാം എപ്പിസോഡിലേക്ക് വിളിക്കുമ്പം അതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ എന്തുകൊണ്ട് 100ാം എപ്പിസോഡ് ആഘോഷിക്കുന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം ആളുകൾ വിളിക്കുമ്പോൾ. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? അയ്യോ, കേട്ടില്ല, കട്ടായി പോയി. ബൈജു. എവിടെന്നാ വിളിക്കുന്നേ? തൃശ്ശൂരിന്നാണ് വിളിക്കണേ. എന്തൊക്കെയുണ്ട് ബൈജു? ഞായറാഴ്ച ആയിട്ട് എന്താണ് പരിപാടി? ഒരു പരിപാടി. ഞായറാഴ്ച ആഘോഷിക്കുന്നു. എന്താ ആഘോഷിക്കുന്നു? ഞായറാഴ്ച ഒരു കോഴിയൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ആഘോഷിക്കുന്നു. കോഴി വെച്ചോ ഇന്ന് വീട്ടില്? ആഹാ, അപ്പൊ ഇന്ന് ഞങ്ങളുടെ 100ാം എപ്പിസോഡ് ആഘോഷിക്കുന്നത് അവിടെ തൃശ്ശൂരാണ് അല്ലേ? അതാണ് നല്ല കോയിന്റെ മണം, വെച്ച കോയിന്റെ മണം. ഓക്കെ, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ബൈജു. ഏതാ? 31. ഓക്കെ, 31ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടോ നോക്കാം. ദൈവമേ, സ്വർണം ഉണ്ടെങ്കിൽ പിന്നെ ഒരു കോഴിയും കൂടെ വാങ്ങുമല്ലോ ഇല്ലേ? ഓക്കെ, 31 ഞാൻ തുറക്കാൻ പോവാ, നോക്കിക്കോ. അയ്യോ, തൽക്കാലം ഒരു കോഴി മതി കേട്ടോ, സ്വർണം ഇല്ല. ക്ഷമിക്കൂ. ഓക്കെ, താങ്ക് യു ബൈജു. വീണ്ടും വിളിക്കുക കേട്ടോ. ഒരുപാട് സന്തോഷം. താങ്ക് യു. എന്തൊരു ചിരിയാണ്. നമുക്ക് ഈ ചിരി എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടല്ലോ, ഭയങ്കര കണ്ടേജിയസ് ആണ് ചിരി. അതുപോലെ കോട്ടുവ, നമ്മൾ ഉറക്കം വരുമ്പോൾ ഒരാൾ കോട്ടുവ വിടുന്നത് കണ്ടാൽ, യോൺ ചെയ്യുന്ന കണ്ടാൽ അടുത്തിരിക്കുന്ന ആൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് വരും എന്ന് പറയും. അതുപോലാണ് ചിരി. ഇപ്പം ബൈജു ചിരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്കും ചിരി വരും, ഇവിടെയുള്ള കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ചിരി വരും. അത് ഒരു പ്രത്യേകതയാണ്, ആ ഒരു ഇമോഷന്റെ പ്രത്യേകതയാണ്. താങ്ക് യു ബൈജു ഫോർ കോളിംഗ്. നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പുഷ്പകുമാരി. എവിടുന്നാ വിളിക്കുന്നത് ചേച്ചി? കണിയാപുരത്ത് നിന്ന് പുഷ്പകുമാരി ചേച്ചിയാണ് വിളിക്കുന്നത്. ഇത് ഭയങ്കര വലിയ നീളമുള്ള പേരാണല്ലോ. അപ്പൊ അടുപ്പമുള്ളവരൊക്കെ എന്താ വിളിക്കണേ?
പുഷ്പ എന്ന് വിളിക്കും. പുഷ്പന്നേ വിളിക്കുള്ളൂ. ഓക്കെ ശരി. അപ്പൊ പുഷ്പ ചേച്ചി ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 22. 22 ആണ്. 22ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പുഷ്പ ചേച്ചി തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ നോക്കിക്കോളൂ നോക്കിക്കോളൂ. അയ്യോ സ്വർണം ഇല്ലല്ലോ ചേച്ചി. സാരമില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ആരൊക്കെ ഉണ്ട് വീട്ടില്? ഞാനും മകളും. മകളാണോ? അതെ. ശരി ഓക്കെ. മോളുടെ പേരെന്താ? ഇതുപോലെ നീളമുള്ള പേരാണോ? ഏതാ? പ്രതിഭ. പ്രതിഭ. അത് നല്ല ചെറിയ പേരാണ്. ഓക്കെ ശരി. അപ്പൊ പ്രതിഭയോട് ഞങ്ങളുടെ അന്വേഷണം പറയാ. ഒരുപാട് സന്തോഷം വിളിച്ചതിൽ, 100ാം എപ്പിസോഡിൽ വിളിച്ചതിൽ. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ വിളിച്ചത് പുഷ്പകുമാരി ചേച്ചിയാണ്. ഓക്കെ അപ്പൊ ചേച്ചി നമ്മളെ വിളിച്ചു. 22 പറഞ്ഞു, പക്ഷെ അതിൽ സ്വർണം ഉണ്ടായിരുന്നില്ല. അടുത്ത കോളർ റെഡിയാണ്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രേവതി കൃഷ്ണ. രേവതി കൃഷ്ണ. മുൻപ് വിളിച്ചിട്ടുള്ള രേവതി കൃഷ്ണയാണോ? ഇന്നുമ്പോ വിളിച്ച് കിട്ടിയില്ലായിരുന്നു. കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന രേവതി കൃഷ്ണ ആവാൻ വഴിയില്ല. കാരണം കിട്ടിയില്ലെങ്കിൽ എനിക്കറിയില്ലല്ലോ. ശരി. അപ്പൊ രേവതി എവിടുന്നാ വിളിക്കുന്നേ? നെടുമങ്ങാട്. ഈ രേവതി കൃഷ്ണ എന്ന് പറയുന്നത് കൃഷ്ണ സർനെയിം ആണോ അതോ രേവതിയോടൊപ്പം ഉള്ള ആദ്യ പേരാണോ? രേവതി കൃഷ്ണ രേവതിയോടുള്ള പേര്. രേവതിയുടെ കൂടെയുള്ള പേര് തന്നെയാണ്. ശരി ഓക്കെ. അപ്പൊ രേവതി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? +1 ആണ്. എന്താവാനാണ് ആഗ്രഹം രേവതി ലൈഫില്? വാട്ട് യു വോണ്ട് ടു ബി? ടീച്ചർ ആവാനാണ് ആഗ്രഹം. വെരി നൈസ് വെരി നൈസ്. നല്ല പ്രൊഫഷനാണ് ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ടീച്ചർ ആവട്ടെ. ഓക്കെ, നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുന്ന ഒരു ടീച്ചർ ആവട്ടെ. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ രേവതി കൃഷ്ണ. 64 ആണോ പറഞ്ഞേ? 64. ശരി. 64ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. രേവതി കൃഷ്ണ ഹിയർ യു ഗോ. നോക്കിക്കോളൂ നോക്കിക്കോളൂ. അയ്യോ 64ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ല രേവതി. കുഴപ്പമില്ല. സാരില്ല സാരില്ല കേട്ടോ. വീണ്ടും വിളിക്കോ രേവതി? വിളിക്കും. താങ്ക് യു സോ മച്ച്. ബൈ. അങ്ങനെ നമ്മുടെ 100ാം എപ്പിസോഡിലേക്ക് ഇപ്പോൾ വിളിച്ചു വെച്ചത് രേവതി കൃഷ്ണയാണ്. നല്ല മിടുക്കത്തി കുട്ടിയാണ് കേട്ടോ. നല്ല ഊർജ്ജമുള്ള ഒരു കോളർ ആയിരുന്നു. താങ്ക് യു ഫോർ കോളിംഗ് രേവതി. നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അനിത. അനിത അനിൽ. എവിടുന്നാ വിളിക്കുന്നേ അനിത? ഞാൻ തിരുവനന്തപുരം എസ്റ്റേറ്റ്, പാപ്പനംകോട് എസ്റ്റേറ്റ്. ഓക്കെ. പാപ്പനംകോട് കോളേജിന്റെ അടുത്താണോ? അത് കഴിഞ്ഞ് പോണം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി പോണം. ഓക്കെ ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഇഷ്ടപ്പെട്ട നമ്പര് 11. 11 നമ്മുടെ ആദ്യത്തെ നമ്പറാണ് അല്ലേ? ശരി. 11ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ തുറക്കാൻ പോവാ. നോക്കിക്കോളൂ നോക്കിക്കോളൂ നോക്കിക്കോളൂ. അയ്യോ 11ന്റെ ഉള്ളിൽ സ്വർണം ഇല്ല. ശരി. കഷ്ടായില്ലേ. ഈ 11 അല്ലായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പർ മനസ്സിലുണ്ടായിരുന്നോ? വേറെ ഉണ്ടായിരുന്നു. 57 ഉണ്ടായിരുന്നു. 57 ഉണ്ടായിരുന്നു. അതിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നമുക്കൊന്ന് അറിഞ്ഞു വെക്കാലോ. എന്നിട്ട് ലാസ്റ്റിൽ വേണമെങ്കിൽ നോക്കി നോക്കാം. ഉണ്ടെങ്കിൽ കിട്ടില്ല കേട്ടോ. ഇതൊക്കെ രസമാണ്, തമാശ. ഓക്കെ. താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി. വീണ്ടും വിളിക്കാം. താങ്ക് യു സോ മച്ച്. അയ്യോ ഇതാണ് ഏറ്റവും വിഷമം കേട്ടോ. ഇനി 57 എങ്ങാനും സ്വർണ്ണം ഉണ്ടെങ്കിൽ ആ ചേച്ചിക്ക് ഇന്ന് കിടന്ന് ഉറക്കം വരില്ല സത്യം പറഞ്ഞ. ഓക്കെ. അത് നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ ഹലോ. ഇതാരാണ്? പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ദേവി കൃഷ്ണ. ദേവി കൃഷ്ണകുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ആണോടാ? കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചു പാട്ട് പാടി തന്നിരുന്നോ? ഇല്ല. ഇല്ലേ. ശരി. അപ്പൊ ഇപ്പൊ പാട്ട് പാടി തരില്ലേ? നോക്കാന്നോ? എവിടെ നോക്കാനോ? അങ്ങ് പാടിക്കോളൂ. ഇനി നോക്കാനൊന്നും നമുക്ക് സമയമില്ല. അങ്ങുവാനക്കോണിലെ നിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളിലെ ചോര കൺമുയൽ, ഇങ്ങു നീളത്തുരുത്തിലെ നീർപ്പരപ്പിന്നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളിലെ ആമക്കുഞ്ഞനു. ചോടാ അടിപൊളി. വെരി നൈസ് ദേവി കൃഷ്ണ. എനിക്ക് ഒരുപാട് ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയതിൽ ഏറ്റവും നല്ല ഗാനങ്ങളിൽ ഒരു പാട്ടാണ് അല്ലേ ഇത്? നല്ലൊരു പാട്ടാണ്. താങ്ക് യു സോ മച്ച് ദേവി കൃഷ്ണ ഈ പാട്ട് പാടി തന്നതിന് കേട്ടോ. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 48 അല്ലേ? 48നുള്ളിൽ സ്വർണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 48നുള്ളിൽ സ്വർണം നോക്കാൻ പോവാണേ. അയ്യോ ദേവി കൃഷ്ണ സ്വർണ്ണം ഇല്ലായിരുന്നു അതിന്റെ ഉള്ളില്. സാരില്ല കേട്ടോ. ദേവി വീണ്ടും വിളിക്കുക. വീട്ടിൽ ആരൊക്കെയുണ്ട്? അനിയൻ, അനിയത്തി, ചേച്ചി, ചേട്ടൻ ആരെങ്കിലും ഉണ്ടോ?
ചേച്ചിയുണ്ട്. അപ്പൊ വീട്ടിലെ ചെല്ലക്കുട്ടിയാണോ? ആ അതല്ലേ, ശരി, ഓക്കെ. അപ്പൊ ദേവി കൃഷ്ണ വീണ്ടും വിളിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഓക്കെ, നമ്മളെ വിളിച്ചത് ദേവി കൃഷ്ണ. എന്ത് ക്യൂട്ടല്ലേ സൗണ്ട്, ഭയങ്കര ക്യൂട്ട് വോയിസ്. പക്ഷെ എനിക്ക് മനസ്സിലാവണില്ല, ഈ സ്വർണ്ണ വർഷത്തിലേക്ക് വിളിക്കുന്ന എല്ലാവരും ഈ താരാട്ട് പാട്ട് തന്നെ പാടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇനിയെങ്കിലും ആരെങ്കിലും വേറൊരു പാട്ട് പാടും കേട്ടോ. അജയൻ്റെ 2ാം മോഷണം എന്ന സിനിമയിലെ പാട്ടാണ് അത്. ഒന്ന് കഴിഞ്ഞു, ഇന്ന് പുതിയ പാട്ടുകൾ നമുക്ക് നോക്കാം. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത കോളർ. ഹലോ. ആ പോത്തി സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? പ്രണവാണ്. പ്രണവ് എവിടുന്നാ വിളിക്കുന്നേ? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എവിടാ വിളിക്കണേ? വട്ടിയൂർക്കാവാണ്. പ്രണവേ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? അത് ശരി, ഓക്കെ. സോ പ്രണവ്, ഇന്ന് ഞങ്ങളുടെ 100ാം എപ്പിസോഡാണ് കേട്ടോ. ആഘോഷിക്കണ്ടേ നമുക്ക്? പിന്നെന്താ, എങ്ങനെ ആഘോഷിക്കാം പറഞ്ഞോളൂ. ഒരു പാട്ട് പാടുവോ, അല്ലെങ്കിൽ എങ്ങനെ ആഘോഷിക്കാം? വേറെ ഫോൺ വഴി വേറെ എങ്ങനെ ആഘോഷിക്കാം? പാട്ടൊന്നും പറഞ്ഞൂടാ. ശരി, ഓക്കെ. അപ്പൊ പ്രണവ് ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 69 പ്രണവ് പറഞ്ഞിരിക്കുന്ന നമ്പർ. അപ്പൊ പ്രണവ് പറയുന്നത് നിങ്ങൾ ആഘോഷിക്കുമെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് സ്വർണം കിട്ടിയാൽ ഞാൻ ആഘോഷിക്കും. ശരി, അപ്പൊ 69 സ്വർണം ഉണ്ടോ നോക്കാം പ്രണവ്. ഓക്കെ ഓക്കെ, തുറക്കാൻ പോവാണ്. പ്രണവ് കട്ട് ചെയ്തിട്ട് പോയില്ലല്ലോ. അയ്യോ, കൺഗ്രാറ്റുലേഷൻസ് പ്രണവ്. ഓക്കെ, അത്രേ ഉള്ളൂ, ഒരു സ്വർണം കിട്ടിയിട്ട് ഓക്കെ എന്നാ. അവിടെ ആരാണ് ആഘോഷിക്കുന്നേ? അനിയത്തിയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അമ്മൂമ്മയുണ്ട്. കണ്ടോ, 100ാം എപ്പിസോഡ് ആയിക്കൊണ്ട് ഇപ്പൊ ആഘോഷിച്ചില്ലേ നമ്മള്? അതാണ്. താങ്ക് യു സോ മച്ച് പ്രണവ്, വീണ്ടും വിളിക്കുക. ഓക്കെ, സ്വർണം വീട്ടിലെത്തും. എത്തുമ്പോൾ ഞങ്ങളെ വിളിച്ച് സന്തോഷം അറിയിക്കുക. ഓക്കെ പ്രണവ്, താങ്ക് യു സോ മച്ച്. അപ്പൊ 69 പ്രണവ് പറഞ്ഞ നമ്പർ. പ്രണവിനും സ്വർണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെയല്ലേ ശരിക്കും ആഘോഷിക്കുക. ഒന്നെങ്കിൽ വിളിക്കുമ്പോൾ പാട്ട് പാടുക, ഇല്ലെങ്കിൽ സ്വർണം കിട്ടുമ്പോൾ ഒന്ന് തുള്ളിച്ചാടുക. ഇതൊക്കെയാണ് 100ാം എപ്പിസോഡിന്റെ ആഘോഷം എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ശരി, നമ്മുടെ അടുത്ത കോളർ ആരാണ് എന്ന് നമുക്ക് നോക്കാം. വാട്സാപ്പ് അയക്കേണ്ട സമയം ഇങ്ങനെ അവസാനിക്കാറായി വരികയാണ്. ഓക്കെ, 12:45 വരെയുള്ള മെസ്സേജസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. കോള് കണക്ട് ആയിട്ടില്ല എന്ന് തോന്നുന്നു, സാരില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഇനി വാട്സാപ്പിലേക്ക് അയക്കേണ്ടത് എനിക്കൊന്ന് 1-2 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം നോക്കി കണ്ടൊക്കെ അയക്കുക. ഇന്ന് കോൾസ് വഴി തന്നെ നമുക്ക് 3 സ്വർണം പോയിട്ട്, ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ സ്വർണം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം 3 സ്വർണം നമുക്ക് പോയിട്ടുണ്ട്. ഇനി വാട്സാപ്പിലൂടെ എത്ര പോകുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇതൊക്കെ നോക്കി അറിയാം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ലെറ്റ്സ് ഗോ ഓൺ എ ബ്രേക്ക് ഓൺ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ 100ാം എപ്പിസോഡിലേക്ക്. അങ്ങനെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു എപ്പിസോഡ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എത്രത്തോളം സ്വർണം വെച്ചാലും വിളിക്കുന്നവർക്ക് അത് ഭാഗ്യമില്ലാന്നുണ്ടെങ്കിൽ ഒരു സ്വർണം പോലും പോവില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, 3 സ്വർണം ഇതിനോടകം തന്നെ പോയി കഴിഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് നമ്പർ അയക്കേണ്ട സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വാട്സാപ്പ് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കേണ്ട സമയമാണ്. തിരഞ്ഞെടുത്ത് കഴിഞ്ഞു, അനൗൺസ് ചെയ്യേണ്ട സമയമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇന്ന് വാട്സാപ്പ് ജേതാക്കളെ പ്രഖ്യാപിക്കുന്നത്, അനൗൺസ് ചെയ്യുന്നത് ഒരു ഗസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു.
അങ്ങനെ ഒരു ഗസ്റ്റ് ഈ 100ാം എപ്പിസോഡിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഏറ്റവും നന്ദിയുള്ള ഒരാൾ തന്നെയായിരിക്കണം. അതായത് ഞങ്ങൾക്ക് ഈ 100ാം എപ്പിസോഡ് നമുക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാൾ തന്നെയായിരിക്കണം അല്ലേ. അതിൽ അതിൻ്റെ ഒരു നമുക്ക് മനസ്സിലൊരു സന്തോഷം അത് തന്നെയാണ്. വെറുതെ ഇതുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ഒരാളെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ സന്തോഷം നമ്മളുമായി പങ്കുവയ്ക്കാൻ ഇന്നുള്ളത് ഞങ്ങളുടെ ഈ 100ാം എപ്പിസോഡിൻ്റെയും ഈ വിജയത്തിനും കാരണക്കാരായ നിങ്ങൾ പ്രേക്ഷകരോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ ബിലവഡ് സ്പോൺസർ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ട്രിവാൻഡ്രം ബ്രാഞ്ച് മാനേജറായ ശ്രീ ജോയ് അഗസ്റ്റിൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാറിനെ ഒരുപാട് സന്തോഷത്തോടെ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. സർ പ്ലീസ്. സർ താങ്ക് യു സോ മച്ച്. സോ ജോയ് അഗസ്റ്റിൻ സാറാണ് നമ്മളോടൊപ്പം എന്നുള്ളത്. സർ പോത്തീസ് സ്വർണ്ണമഹൽ ട്രിവാൻഡ്രം ബ്രാഞ്ച് മാനേജറാണ്. സർ ആദ്യം തന്നെ ഒരുപാട് നന്ദി പറയുന്നു. കാരണം 100 ആഴ്ചകൾ ഒരു പരിപാടി മുൻപോട്ട് പോകുക എന്ന് പറയുന്നത് പോത്തീസ് സ്വർണ്ണമഹൽ പോലെയുള്ള ഒരു സ്ഥാപനത്തിന്റെ പിന്തുണ ഇല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. പ്ലസ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പിന്തുണ. സാറിന് എന്താണ് തോന്നുന്നത് ഈ സ്വർണ്ണവർഷവുമായി ഇങ്ങനെ ഒരു അസോസിയേഷന്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് സാറിന് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും 100 വർഷം 100 ആഴ്ചകൾ ഒരു പ്രോഗ്രാം എപ്പിസോഡ് പിന്നിടുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. കാരണം തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകരുടെ ഒരു വലിയ സപ്പോർട്ട് ഇതിനുണ്ട്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, പോത്തീസ് സ്വർണ്ണമഹലിന്റെ പരസ്യം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐശ്വര്യം തോന്നും. ആ 3 പെൺകുട്ടികളുടെ ഒരു അച്ഛൻ എന്ന രീതിയിലും പോത്തീസിന്റെ ഓണർ എന്ന രീതിയിലുമായിട്ടുള്ള ഒരു ഭയങ്കര കണക്ഷൻ തരുന്ന ഒരു കാര്യമാണ്. പോത്തീസ് സ്വർണ്ണമഹലിൽ ഞാൻ വന്നിട്ടുണ്ട്. ഒരു മൂക്കുത്തിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ നിൽക്കാനായിട്ട്. ഈ ഇത്രയും സ്വർണ്ണ നാണയങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ സാധിക്കുന്നു, അതിന്റെ ഒരു സന്തോഷം ഒന്ന് പങ്കുവെക്കാം. ഞങ്ങൾക്കതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് കടയിൽ വരുമ്പോൾ പറയാറുണ്ട്, ഞങ്ങൾ വിളിക്കാറുണ്ട്, വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. പിന്നെ കിട്ടിയാലും പല സമയത്തും ചിലപ്പം കിട്ടാതെ പോകും. എങ്കിലും വിളിച്ച് കിട്ടുന്ന ഒരു വലിയ സന്തോഷമാണെന്നൊരു പങ്കുവെക്കാറുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തരാൻ ഓരോ സ്വർണ്ണ നാണയങ്ങൾ പോക്കറ്റ് എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ? വെറുതെ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ എന്തായാലും ജോയ് അഗസ്റ്റിൻ സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാറിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ചെറിയ പേപ്പറിൽ വാട്സാപ്പിലൂടെ സ്വർണം നേടിയിട്ടുള്ള ആളുകളുടെ പേരാണ്. എത്ര എളുപ്പമാണല്ലേ സാർ? എന്ന് വെച്ചാൽ വിളിച്ചു കിട്ടുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ വാട്സാപ്പിന്റെ ഒരു സംഭവം ഏർപ്പെടുത്തിയത്. അപ്പോൾ വാട്സാപ്പിലൂടെ, പക്ഷെ ഒരു കാര്യമുണ്ട്, കോൾസ് വിളിച്ചിട്ട് അതിലൂടെ പറയാത്ത നമ്പേഴ്സ് മാത്രമാണ് ഞങ്ങൾ വാട്സാപ്പിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ ആ 3 പേരുടെ പേരുകൾ ഇനിയും ജോയ് സാർ അനൗൺസ് ചെയ്യാൻ പോവാണ്. പറഞ്ഞല്ലോ സാർ. ഓക്കെ. രജിഷ്മ കോഴിക്കോട്. രജീഷ്മ ഫ്രം കോഴിക്കോട്. ഏത് നമ്പറാണ്? നമ്പർ 47. 47. സർ 47 ഒന്ന് തുറന്നു നോക്കിക്കോളൂ, ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി. 47 നോക്കിക്കോളൂ. യെസ്, കൺഗ്രാറ്റുലേഷൻസ് രജീഷ്മ ഫ്രം കോഴിക്കോട്. താങ്ക് യു സർ. അപ്പൊ രജീഷ്മ 47 സ്വർണ്ണമുണ്ടെന്ന് എങ്ങനെയാ വീട്ടിലിരുന്ന് മനസ്സിലായി? ഒന്ന് വെറുതെ 47 എന്നങ്ങോട്ട് ടൈപ്പ് ചെയ്തു, സ്വർണം കിട്ടി. ഓക്കെ, നമ്മുടെ അടുത്ത ആളായിരുന്നു, ആരാ നോക്കാം. സൗവർണിക അഞ്ചൽ, നമ്പർ 63. സൗവർണിക ഫ്രം അഞ്ചൽ. അഞ്ചൽ എന്ന് സൗവർണിക പറഞ്ഞിരിക്കുന്ന നമ്പർ 63 ആണ്. ഒന്ന് തുറന്നു നോക്കാം സർ. 63 ദാ ഇവിടെ. യെസ്, നോക്കിക്കോളൂ. യെസ്, കൺഗ്രാറ്റുലേഷൻസ് സൗവർണിക. ഓ, സൗവർണിക അവിടെ സന്തോഷിക്കുന്നത് ഞങ്ങൾക്ക് കാണാം. ഇനിയും ഒരാളും കൂടി ഉണ്ട് കേട്ടോ. 3 വിന്നേഴ്സ് ആണ്. റിജു കോഴിക്കോട്, നമ്പർ 33. റിജു, കൺഗ്രാറ്റുലേഷൻസ്. കോഴിക്കോട് നിന്ന് റിജു ആണ്. 33 ആണ്. കൺഗ്രാറ്റുലേഷൻസ് പറയുന്നത് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. 33ന്റെ ഉള്ളിൽ കൺഗ്രാറ്റുലേഷൻസ്, സ്വർണ്ണമുണ്ട് റിജു. അപ്പൊ നമുക്ക് 3 വിന്നേഴ്സ് ആണ് അല്ലേ സർ? രജീഷ്മ, സൗവർണിക, റിജു. യെസ്, രജീഷ്മ, സൗവർണിക, റിജു, നിങ്ങൾ 3 പേരുമാണ് നമ്മളുടെ വാട്സാപ്പിലൂടെ വന്നിരിക്കുന്ന വിന്നേഴ്സ് എന്ന് പറയുന്നത്. സർ, നമ്മളുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും ആശംസകൾ, എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ പോത്തീസ് സ്വർണ്ണമഹലിനെ കുറിച്ച് എന്തെങ്കിലും, എനിത്തിങ് യു വാണ്ട് ടു ടെൽ ദം? ഓക്കെ, നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ പോത്തീസ് സ്വർണ്ണമഹലിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമാണ് പോത്തീസ് സ്വർണ്ണമഹൽ എന്നുള്ളത്. തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജ് ജംഗ്ഷനിലെ പോത്തീസിൻ്റെ ഓപ്പോസിറ്റാണുള്ളത്. സ്വർണം കിട്ടാത്തവർ നിരാശരാകണ്ട, വീണ്ടും എല്ലാ ആഴ്ചയും ട്രൈ ചെയ്യുക. ഒരിക്കൽ ഭാഗ്യം നിങ്ങളും തേടിയെത്തും. ഉറപ്പായിട്ടും. ശരിക്കും നല്ല വാക്കുകളാണ് സാർ പറഞ്ഞത്. പക്ഷെ അങ്ങനെ നിരാശപ്പെടുന്ന പ്രേക്ഷകരല്ല നമ്മുടെ. സ്ഥിരമായി വിളിച്ചിട്ട് ഒരിക്കൽ പോലും സ്വർണം കിട്ടിയില്ലെങ്കിലും വീണ്ടും വിളിക്കുന്ന ഒരുപാട് പേര് ഈ വിജയത്തിന്റെ പിന്നിലുണ്ട്. സാർ പറഞ്ഞത് വളരെ അർത്ഥവത്തായ കാര്യം തന്നെയാണ്. സാർ, തിരുവനന്തപുരത്ത് എവിടെയാണ് സാർ ഉള്ളത്? വേറെ യു പ്ലേസ്ഡ് എവിടെയാണ്? ഞാൻ നാലാഞ്ചിറയാണ്. നാലാഞ്ചിറയാണ്. അപ്പൊ സാർ ഒരിക്കലും നമ്മുടെ പരിപാടിയിലേക്ക് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ട് സാർ തന്നെ സ്വർണം സാർ തന്നെ എടുക്കുക. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച് എന്തായാലും ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തതിന്. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ജോയ് അഗസ്റ്റിൻ സാറാണ്.
ജോയ് അഗസ്റ്റിൻ സർ ഫ്രം പോത്തീസ് സ്വർണ്ണമഹൽ. നമ്മുടെ പോത്തീസ് സ്വർണ്ണമഹലിൻ്റെ ട്രിവാൻഡ്രം ബ്രാഞ്ച് മാനേജറായിരുന്നു അദ്ദേഹം. 3 വാട്സാപ്പ് വിന്നേഴ്സ് ആയിരുന്നു നമുക്കുള്ളത്. കോൾസ് വഴി 3 പേർക്കാണ് സ്വർണം കിട്ടിയത്, അതേപോലെ വാട്സാപ്പ് വഴി 3 പേർക്കും. അങ്ങനെ ഇന്ന് 6 സ്വർണം പോയിരിക്കുകയാണ്. ഒരു കാര്യം പോകുന്നതിന് നമുക്ക് നോക്കാം. 57 11 പറഞ്ഞിട്ട് ഒരാൾ 57 ചിലപ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വെറുതെ നോക്കിയേക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല, പക്ഷെ എന്നാലും ഒന്ന് നോക്കിയേക്കാം. നോക്കിയില്ല എന്നൊരു പരാതി വേണ്ട. 57 ഉള്ളിൽ ഇല്ലായിരുന്നു കേട്ടോ, സ്വർണ്ണം ഇല്ലായിരുന്നു. അതുകൊണ്ട് മനസ്സമാധാനമായിട്ട് ഇരുന്നോളൂ. ആരത് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ കാണുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതോടുകൂടി നമ്മുടെ ഏറ്റവും സന്തോഷമുള്ള ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ച നമ്മുടെ 101ാം എപ്പിസോഡാണ്. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നു. സർവേശ്വരനോട് 1000 നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി പോത്തീസ് സ്വർണ്ണമഹലിനോട് നന്ദി പറയുന്നു. അങ്ങനെ എന്തായാലും അടുത്ത ആഴ്ച വീണ്ടും കാണാം എന്ന് വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഞാൻ വിടവാങ്ങുകയാണെന്ന്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് us. This is Deepa Raulishwar signing off from the 100th episode of Pothys Swarnamahal Swarnavarsham. See ya. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. Brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.